എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ ഇയർ എൻഡും കാര്യങ്ങളൊക്കെ വരികയാണ്. 2023 കഴിയാൻ പോവുകയാണ്, 2024 കടക്കാൻ പോവുകയാണ്. അപ്പോൾ ഹോണ്ടയുടെ ഭാഗത്തു നിന്നുള്ള ഇയർ എൻഡിങ് ഓഫറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതായത് ഹോണ്ടയുടെ ക്രിസ്മസ് ന്യൂ ഇയർ ഓഫറും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്രിസ്മസ് ന്യൂ ഇയർ ഓഫറും കാര്യങ്ങളെല്ലാം നമുക്ക് അറിയേണ്ടതുണ്ട്. ഏതൊക്കെ വണ്ടിക്ക് എന്തൊക്കെയാണ് ഓഫറും കാര്യങ്ങളൊക്കെ അറിയേണ്ടത്. അതുപോലെ ഹോണ്ടയുടെ ഇപ്പോൾ നിലവിലുള്ള ഏതൊക്കെ വണ്ടിയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്, അതിന്റെ പ്രൈസും കാര്യങ്ങളെല്ലാം അറിയണം. EMI കുറഞ്ഞ ഡൗൺ പേയ്മെന്റും കാര്യങ്ങളെല്ലാം അറിയണം. അപ്പോൾ ഈ ഒരു സമയത്ത് വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്ന എന്റെ കൂട്ടുകാരുണ്ടെങ്കിൽ അവർക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോ ആണ്. ഫുള്ളായിട്ട് കാണുക. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് കൊണ്ടുവരുന്നതാണ്. ഇനി നമുക്ക് നേരെ വീഡിയോട്ട് കിടക്കാം. അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പത്തനംതിട്ടയുള്ള കോന്നി മുത്തൂറ്റ് ഹോണ്ടയാണ്. അപ്പൊ മുത്തൂറ്റ് ഹോണ്ടയിൽ നമുക്ക് ഈ 2023 കഴിയുന്ന സമയത്ത് എന്തൊക്കെയാണ് ഓഫർ, അതായത് ഈ ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ എന്തൊക്കെയാണ് ഓഫറും കാര്യങ്ങളൊക്കെ അറിയാം. അപ്പൊ ഇവിടുത്തെ ഒരു എക്സിക്യൂട്ടീവിനെ വിളിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇതിന്റെ കാര്യങ്ങൾ ഒക്കെ തിരക്കാം. വരും. അപ്പൊ നമുക്ക് ഏതൊക്കെ വണ്ടിയാണ് നിലവിൽ അവൈലബിൾ ഉള്ളത്? നമുക്ക് സ്കൂട്ടർ സെഗ്മെന്റ് വരുവാണെങ്കിൽ നമുക്ക് ആക്റ്റീവ 125, ആക്റ്റീവ 110, ഡിയോ 110, ഡിയോ 125. ആക്റ്റീവ 110 തന്നെ വരുമ്പോൾ 4 വേരിയന്റ് വരുന്നുണ്ട്. സ്മാർട്ട്, ഡീലക്സ്, സ്റ്റാൻഡേർഡ്, പിന്നെ നമുക്ക് ലിമിറ്റഡ് എഡിഷൻ മോഡൽസ് വരുന്നുണ്ട്. 125 വരുമ്പോൾ നമുക്ക് വരുന്നത് സ്മാർട്ട്, ഡിസ്ക് അലോയ്, പിന്നെ ഡ്രം വേരിയന്റ്. ഡിയോ വരുമ്പോൾ നമുക്ക് സ്മാർട്ട്, ഡീലക്സ്, സ്റ്റാൻഡേർഡ് ഈ വേരിയന്റ് വരുന്നത്. പിന്നെ 125 വരുമ്പോൾ സ്റ്റാൻഡേർഡ്, ഡീലക്സ് മാത്രം, ഈ 2 വേരിയന്റ് ആണ്. റെപ്സോൾ എഡിഷൻ വരുന്നത് നമുക്ക് വേറെ ലിമിറ്റഡ് എഡിഷൻ രീതിയിലാണ് റെഫർ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ പ്രൈസും കാര്യങ്ങളൊക്കെ വരുന്നത് ആക്റ്റീവ സ്റ്റാൻഡേർഡ് നമുക്ക് ഓൺ റോഡ് ഇറങ്ങുമ്പോൾ 1,00,000 1,06,000 ഇടയ്ക്ക് നമുക്ക് ഓൺ റോഡ് വണ്ടി ഇറങ്ങും. ഡീലക്സ് വരുമ്പോൾ 1,07,000 9,000 ഇടയ്ക്ക്. സ്മാർട്ട് വരുമ്പോൾ നമുക്ക് 1,08,000 13,000 ഇടയ്ക്ക്. ലിമിറ്റഡ് എഡിഷൻ വരുമ്പോൾ തന്നെ 10,000 13,000 ഇടയ്ക്ക് ആ വണ്ടി ഇറങ്ങുന്നത്. അപ്പോൾ ഈ മോഡൽ നമുക്ക് ഏറ്റവും കുറഞ്ഞ ഡൗൺ പേയ്മെന്റും കാര്യങ്ങളൊക്കെ ഡൗൺ പേയ്മെന്റ് നമുക്ക് ഫിറ്റിംഗ്സ് ഇല്ലാതെങ്കിൽ ആക്റ്റീവ സ്റ്റാൻഡേർഡ് ഇറങ്ങുമ്പോൾ ഒരു 6-7 രൂപയ്ക്ക് ഫിറ്റിംഗ്സ് ഇല്ലാതെ നമുക്ക് ഇറങ്ങാം. ഫിറ്റിംഗ്സ് ഉൾപ്പെടെ ആണെങ്കിൽ 10 രൂപയ്ക്ക് നമുക്ക് ഓൺ റോഡ് വണ്ടിയാണ്. അത് 125 ആണെങ്കിൽ 125 ആണെങ്കിൽ ഫുൾ ഫിറ്റിംഗ്സ് ഉൾപ്പെടെ 10-15 ഇടയ്ക്ക് നമുക്ക് വണ്ടി ഇറക്കാം. സെയിം തന്നെ ഡിയോയ്ക്ക് അത് തന്നെയാണ് വന്നത്. 125 സെയിം തന്നെ. നമുക്ക് വണ്ടി എടുക്കാൻ താല്പര്യമുള്ളവരെ വരുവാണെങ്കിൽ ലോണിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും? നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള സിറ്റിംഗ് ആയിട്ടുള്ളത് മുത്തൂറ്റും ഇൻഡസ്ഇൻഡ് ബാങ്കും ആണുള്ളത്. നമുക്ക് ഒരു 10 രൂപ അടയ്ക്ക് വന്നെങ്കിൽ ആക്റ്റീവ 125 ഒക്കെ വരുവാണെങ്കിൽ നമുക്കൊരു 3,300-നും 600-നും ഇടയ്ക്കുള്ള റേഞ്ചിൽ നമുക്ക് EMI മന്ത്ലി പേയ്മെന്റ് 4 വർഷത്തേക്കുള്ള 125. 110 സെയിം അങ്ങനെ തന്നെ ഒരു 3,200-300 ആ റേഞ്ചിലുള്ളതേ വരത്തുള്ളൂ. നമുക്ക് എത്ര വർഷത്തേക്കുള്ള EMI സെഗ്മെന്റ് നമുക്ക് വരുന്നുണ്ട്? സെഗ്മെന്റ് വരുന്നത് നമുക്ക് വരുന്നത് 1 ഇയർ തൊട്ട് 1 ഇയർ, 2 ഇയർ, 3 ഇയർ, 4 ഇയർ. 4 വർഷം വരെ 4 വർഷം വരെ 4 വർഷം വരുമ്പം മന്ത്ലി അടവ് കുറഞ്ഞിരിക്കും. മന്ത്ലി അടവ് കുറഞ്ഞിരിക്കും. അപ്പൊ നമുക്ക് സ്കൂട്ടറിന്റെ സെഗ്മെന്റും കാര്യങ്ങളൊക്കെ നമുക്ക് അറിഞ്ഞു. അപ്പൊ അതിന്റെ ഓഫറും കാര്യങ്ങളൊക്കെ വരാം. അതിന് മുമ്പ് നമുക്ക് ബൈക്കിന്റെ കാര്യങ്ങൾ നോക്കിയാലോ? തീർച്ചയായിട്ടും 900 ആണ് ഇരിക്കുന്ന വണ്ടി. നമ്മുടെ ബഡ്ജറ്റിലെ ഏറ്റവും ഫ്രണ്ട്ലി ആയിട്ടുള്ള ഏറ്റവും വണ്ടിയാണിത്. ഇത് വരുമ്പോൾ നമുക്ക് വണ്ടി വരുന്നത് 85-87 ഈ വണ്ടികളെ വരുന്നത്. ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഫുൾ ഫിറ്റിംഗ്സ് ഉൾപ്പെടെ. പിന്നെ നമുക്ക് ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഈ പ്രൈസിൽ സെൽഫ് ഉള്ള വണ്ടി മാർക്കറ്റിൽ അവൈലബിൾ അല്ല. ഈ പ്രൈസിൽ 100C സെഗ്മെന്റിൽ സെൽഫ് ഉള്ള വണ്ടി നമുക്ക് അവൈലബിൾ അല്ല. പിന്നെ ഇതിന്റെ മെയിൻ സ്പെഷ്യാലിറ്റി കോംബി ബ്രേക്ക് ആണ് ഇനി വരുന്നത്. കോംബി ബ്രേക്ക് എന്ന് വെച്ചാൽ ഒരു എസ്പെഷ്യലി നമുക്കൊരു സേഫ്റ്റിയാണ് മെയിൻ വരുന്ന വണ്ടിക്ക്. പിന്നെ മെയിൻ വേറെ എന്ന് വെച്ചാൽ സൈഡ് സ്റ്റാൻഡ് ഇൻഡിക്കേഷൻ. 85-87 ഇടയ്ക്ക്. ആവറേജ് മൈലേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് 85-90 ഇടയ്ക്ക് മൈലേജ് വണ്ടിക്ക് മൈലേജ് ഉണ്ട്. നമുക്കൊരു 5 രൂപയ്ക്ക് 5-6 5,000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വണ്ടി നമുക്ക് റോഡ് ഇറക്കാം. അതായത് നമുക്ക് വിത്ത് ലോണോട് കൂടി നമുക്ക് റോഡ് ഇറക്കാം. പിന്നെ വരുന്ന വാഹനം പിന്നെ വണ്ടി വരുന്നത് ഇതെല്ലാം നമുക്ക് ഇനി ഇതിന്റെ തന്നെ 125 കാറ്റഗറി ഉണ്ട്. ഷൈൻ 125 എന്ന കാറ്റഗറി ഉണ്ട്. പിന്നെ SP 125 എന്ന കാറ്റഗറി ഉണ്ട്. SP 160 ഉണ്ട്. CB 200X, ഹോർണറ്റ്, CD 110 അങ്ങനെയുള്ള മോഡൽസ് ഒക്കെ മതി. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ലൈവ്ലി സ്റ്റോക്ക് ഇല്ല, പക്ഷെ അവൈലബിൾ ആണ് നമുക്ക്. റെപ്സോൾ എഡിഷൻ വരുമ്പോൾ നമുക്കിത് കൂടുതലും നമുക്ക് ഈ യങ്ങേഴ്സിനെ നമുക്ക് അട്രാക്റ്റീവ് ചെയ്യുന്ന വണ്ടിയാണ് ഇത് വരുന്നത്. റെപ്സോൾ എഡിഷൻ എന്ന് പറഞ്ഞ വണ്ടി മോഡലൊക്കെ ഫുള്ള് ഗ്രാഫിക്സ് ആണ് വണ്ടി വരുന്നത്. അതുപോലെ നമുക്ക് റിമോട്ട് കീ ഈ സ്മാർട്ട് വേരിയന്റ് ആണ് വരുന്നത്. നമുക്ക് റെപ്സോൾ എഡിഷൻ വരുന്നത് സ്മാർട്ടിലേ വരത്തുള്ളൂ. വരുമ്പോൾ നമുക്ക് സെൻസർ കീ കാര്യങ്ങൾ അങ്ങനെയുള്ള സെഗ്മെന്റ് ഇറക്കുന്ന വണ്ടിയാണിത്.
നമുക്ക് വരുന്ന മെയിൻ എഫക്റ്റീവ് ആയിട്ടുള്ള എച്ച് സ്മാർട്ട് എന്ന് പറഞ്ഞാൽ സെൻസർക്ക് വരുന്ന മോഡൽസിൽ മാത്രമേ ഡിസ്ക് വരുന്നുള്ളൂ. ഇതിന്റെ സ്റ്റാൻഡേർഡ് വരുന്ന ഒരു ഡിസ്ക് വരത്തില്ല. അത് വരുമ്പോൾ കോമ്പി ബ്രേക്ക് മാത്രമാണ് വരുന്നത്. അപ്പൊ നമ്മുടെ ഇനി ഇരിക്കുന്ന ബാക്കിയുള്ള ബൈക്കിന്റെ സെഗ്മെന്റ് നോക്കിക്കഴിഞ്ഞാൽ എന്തൊക്കെയാണ് പറയാനുള്ളത്? ഇത് നമ്മുടെ CB200X എന്ന് പറഞ്ഞ പുതിയ മോഡലാണ്. ഈ വണ്ടി എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഓഫ് റോഡ് നമുക്ക് എപ്പോഴും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ്. ഇതിന്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഷോക്ക് തന്നെയാണ്. USD ഫോർക്ക്, അപ്സൈഡ് ഡൗൺ ഷോക്ക് എന്ന് വെച്ചാൽ ഗോൾഡൻ ഇത് എന്ന് വെച്ചാൽ വണ്ടി നമുക്ക് ഏറ്റവും അട്രാക്റ്റീവായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ ഇതിന്റെ മസ്കുലർ ടാങ്ക് തന്നെ നമുക്കൊരു വലിയൊരു അഫക്റ്റീവ് തന്നെയാണ് വണ്ടിക്ക്. പിന്നെ മറ്റേ വണ്ടി കൂടെ തന്നെ ഇതിന്റെ സൈഡ് സ്റ്റാൻഡ് ഇൻഡിക്കേഷന്റെ കാര്യങ്ങൾ. പിന്നെ ഫ്രണ്ട് ബ്രേക്ക് വരുന്നത് സിംഗിൾ ചാനൽ ABS ബ്രേക്കാണ് വരുന്നത്. ഡുവൽ ഡിസ്കാ വണ്ടിക്ക് വരുന്നത്. പിന്നെ ഫ്രണ്ടില് പിന്നെ ഹസാർഡ് സ്വിച്ച് കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ഇൻഡിക്കേറ്ററും ഹാൻഡിൽ തന്നെ വരുന്നത്. പ്രൈസ് നമുക്ക് ഒരു 1,80,000-നും 89,000 ഇടയ്ക്ക് ആ റേഞ്ച് പ്രൈസിലേ കിട്ടുള്ളൂ വണ്ടികൾ. ഓൺ റോഡ് പ്രൈസ് ഒരു 15 രൂപ മാക്സിമം ഇറക്കാം. മാസം അളവിലിറക്കാം. SP160 ആണെങ്കിലും നമുക്ക് ഒരു 1,50,000-60,000 ഇടയ്ക്കുള്ള റേഞ്ചിൽ നമുക്ക് വണ്ടി ഇറക്കാം ഓൺ റോഡ്. ഇത് 2 വേരിയന്റ് ഉണ്ട്. 160 വരുമ്പോൾ 2 വേരിയന്റ് ഉണ്ട്. എന്ന് വെച്ചാൽ ഡബിൾ ഡിസ്ക് ഉണ്ട്, സിംഗിൾ ഡിസ്കും ഉണ്ട്. ഇത് ഡബിൾ ഡിസ്ക് നമുക്ക് ഇരിക്കുന്നത് സിംഗിൾ ചാനൽ ABS ആയിരുന്നു. ഇതിന്റെ പ്രൈസ് വരുമ്പോൾ 1,50,000-60,000 ഇടയ്ക്ക്. ഇതിന് നമുക്ക് ഓഫർ ഇപ്പൊ മെയിൻ ആയിട്ട് ക്രിസ്മസ് ഓഫർ വന്നേക്കുന്നത് നമുക്ക് 2,000 രൂപ ആക്സസറീസ് അല്ലെങ്കിൽ ക്യാഷ് ബാക്ക് ഓഫർ നമുക്ക് വണ്ടിക്ക് ഓർഡർ വരുന്നത്. ഈ മോഡലിനും ഉണ്ട്. ഹോർണറ്റ് മോഡലിന് നമുക്ക് അങ്ങനെ വരുന്നുണ്ട്. ഒന്നെങ്കിൽ നമുക്ക് 2,000 രൂപ ഓഫർ അല്ലെങ്കിൽ ആക്സസറീസ് ഓഫർ എന്ന് വെച്ചാൽ നമ്മൾ ആക്സസറീസിന്റെ എമൗണ്ട് കട്ട് ചെയ്തിട്ട് 2,000 രൂപയുടെ ആക്സസറീസ് നമുക്ക് ഓൾറെഡി വരും. അല്ലെങ്കിൽ 2,000 രൂപ ഓഫറായിട്ട് നമുക്ക് ക്രിസ്മസ് ഓഫർ വന്നത്. ഈ 3 കാറ്റഗറിയേ ഉള്ളൂ. എന്ന് വെച്ചാൽ CB200X, SP160, ഹോണറ്റ്. ഇന്ന് പിന്നെ ആക്റ്റീവ സ്മാർട്ട് എന്ന് പറഞ്ഞ മോഡലിന് നമുക്ക് 3,000 രൂപ ക്യാഷ് ബാക്ക് ഓഫറായിട്ട് വരുന്നുണ്ട്. ഈ വേരിയന്റ് ഇതിനില്ല. ഈ വേരിയന്റ് നമുക്ക് 110 വരത്തുള്ളൂ. ആക്റ്റീവ 110 വരത്തുള്ളൂ. 125 വരത്തില്ല. വരുന്നുണ്ട്. സ്മാർട്ട് കീയും കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ്. അപ്പൊ ഇതിന്റെ ഇവിടെ 2 മീറ്റർ എന്നൊരു സിമ്പിളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ 2 മീറ്ററിൽ വണ്ടി നമുക്ക് ലോക്ക് അൺലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ആണ്. പിന്നെ റിമോട്ടിൽ നമുക്ക് സ്മാർട്ട് ഫൈൻഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലേ? സ്മാർട്ട് ഫൈൻഡ്, സ്മാർട്ട് ലോക്ക്, സ്മാർട്ട് സേഫ്. മെയിൻ എസ്പെഷ്യലി പറയുന്നത് സ്മാർട്ട് സേഫ് എന്നാണ് നമുക്ക് വണ്ടി നമുക്ക് എപ്പോഴും വണ്ടി സേഫ് ആയിരിക്കും. ഈ സെൻസർ കീ ഉള്ളതാണ്. ഈ മോഡലാണ് നമുക്ക് ഓഫറും കാര്യങ്ങളെല്ലാം നിലവിലുള്ളത്. പിന്നെ വേറെ എന്തൊക്കെ ഓഫറാണ് നമുക്ക് നമ്മുടെ ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നത്? കസ്റ്റമർ നമുക്ക് എസ്പെഷ്യലി നമുക്ക് ഹോണ്ട വണ്ടികൾക്കാകുമ്പോൾ നമുക്ക് കൂടുതൽ ഓഫേഴ്സ് ഇല്ല. പിന്നെ ഒന്നെങ്കിൽ നമ്മൾ ചെയ്യുന്നത് ഒന്നെങ്കിൽ ചെറിയ എന്ന് വെച്ചാൽ 1000 രൂപയ്ക്കകത്തുള്ള ഡിസ്കൗണ്ട്, അല്ലെങ്കിൽ പെട്രോൾ ഓഫർ, അല്ലെങ്കിൽ ബോഡി കവറോ സീറ്റ് കവറോ എന്തെങ്കിലും ഇങ്ങനെയുള്ള ഓഫർ നമുക്ക് വരുത്തും. ഉറപ്പായിട്ടും, തീർച്ചയായും. അപ്പൊ കൂട്ടുകാരെ, ഇതൊക്കെയാണ് നമ്മുടെ ഹോണ്ട വണ്ടികളുടെ ഒരു ഓഫേഴ്സും അല്ലെങ്കിൽ പ്രൈസും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഒരു കൂട്ടുകാരനാണ്, നമ്മുടെ എക്സിക്യൂട്ടീവ് ആണ്. ഇവിടെ ഈ ഒരു പോലി മുത്തുലുവാണ് എക്സിക്യൂട്ടീവ് ആണ്. ഈ എക്സിക്യൂട്ടീവിന്റെ നമ്പറും കാര്യങ്ങളൊക്കെ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഹോണ്ടയുടെ വണ്ടി വാങ്ങിക്കാനുണ്ടെങ്കിലോ ടെസ്റ്റ് ഡ്രൈവും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടെങ്കിലോ ഞാൻ ഈ തരുന്ന ഈ ഒരു കൂട്ടുകാരുടെ നമ്പർ വിളിക്കുകയാണെങ്കിൽ അതിനുള്ള അവസരം കാര്യങ്ങളെല്ലാം ഉണ്ടാകുന്നതാണ്. അപ്പൊ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ഈ ഒരു ഓഫറുകളൊന്നും മിസ് ചെയ്യാതെ തന്നെ പെട്ടെന്ന് തന്നെ വരിക. കാരണം ഈ റെന്റും കാര്യങ്ങളൊക്കെ വരികയാണ്. അപ്പൊ ഈ ഓഫറൊക്കെ പെട്ടെന്ന് തന്നെ തീരും. അത് കൂടാതെ എനിക്ക് തോന്നുന്നത് 2024 ആകുമ്പോഴത്തേക്ക് നമ്മുടെ ഇപ്പോഴുള്ള നിലവിൽ ഈ വണ്ടികൾക്ക് എല്ലാം പ്രൈസും കാര്യങ്ങളെല്ലാം കൂടാനും ചാൻസ് ഉണ്ട്. അപ്പൊ അതിന് മുമ്പായിട്ട് പ്രൈസ് ഇൻക്രീസ് ആകുന്നതിന് മുമ്പാണ് ഈ ഓഫറെല്ലാം സ്വന്തമായിക്കൊണ്ട് നിങ്ങൾക്ക് വണ്ടി എടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ അവസരം കൂടിയാണ് ഈ ഒരു സമയത്തുള്ളത്. അപ്പൊ നേരെ നമ്മുടെ മുത്തൂറ്റ് ഹോണ്ട ഷോറൂമിലേക്ക് വരിക. കോന്നി പത്തനംതിട്ട ഏരിയ ഉള്ള ആളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു കൂട്ടുകാരന്റെ നമ്പറിൽ വിളിച്ചിട്ട് വരികയാണെങ്കിൽ ഈ പറഞ്ഞ പ്രത്യേകം ഈ പറഞ്ഞ ഓഫറും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതാണ്. നമ്മുടെ ചാനൽ കണ്ടിട്ട് വരികയാണെന്ന് പറയുകയാണെങ്കിൽ ഈ ഓഫറും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പൊ ഇതൊക്കെയാണ് ഈ വീഡിയോ എന്ന് പറയുന്നത്. പറഞ്ഞല്ലോ, കോന്നി മുത്തൂറ്റ് കൊണ്ടാണ് നമ്മൾ നിൽക്കുന്നത്. ഈ അവസരം നമുക്ക് മുത്തൂറ്റ് കൊണ്ട് കോന്നിയാണ് എന്നത്. അപ്പം നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള റിവ്യൂ കാര്യങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.